എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഉറപ്പായിട്ടും. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീൻസ് ആണ്. അതോടൊപ്പം ഒരു സൺസ്ക്രീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെ ഉണ്ടെങ്കിലാണ് അതൊരു നല്ല സൺസ്ക്രീൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതെന്നുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം മനസ്സിലാവുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങാൻ പോകുമ്പോൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് SPF 15, SPF 30 അങ്ങനെയൊക്കെ. അപ്പോൾ ഈ SPF എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ SPFന്റെ ഫുൾ ഫോം വന്നിട്ട് സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ ആണ്. ഈ ഫാക്ടർ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ടൈം വരെയാണ് പ്രൊട്ടക്ഷൻ തരുന്നത്, എപ്പോഴാണ് നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ SPF 15 ഉള്ള ഒരു സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ 15x10 ചെയ്യണം. അപ്പോൾ അത് 150 ആയിരിക്കും. 150 മിനിറ്റ്സ് ആണ് ഒരു സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എത്ര നേരത്തിനുള്ളിൽ റീഅപ്ലൈ ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യുന്നത് SPF 15 ഉള്ള ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ 150 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് റീഅപ്ലൈ ചെയ്യണം. അതുപോലെ നിങ്ങൾ വാങ്ങുന്ന സൺസ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സൺസ്ക്രീൻ എത്ര SPF ആണുള്ളതോ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റീഅപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ UVA UVB പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ അത് നമുക്ക് UVA റേസസ് എന്ന് ഹാംഫുൾ റേസസ് എന്നും പ്രൊട്ടക്ഷൻ തരും. സോ ഒരുവിധം എല്ലാ സൺസ്ക്രീൻസിലും ഞാനിപ്പോൾ കാണിക്കുന്നതിലായാൽ പോലും ഇതെല്ലാം കൂടെ കമ്പൈനായി വരുന്നത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് നല്ല ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണോ എന്നാണ്. നമുക്ക് ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ, കോമ്പിനേഷൻ സ്കിൻ ആണോ, അതല്ലെങ്കിൽ ഒത്തിരി മുഖക്കുരു വരുന്ന സ്കിൻ ആണോ നോക്കുക. എന്നിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട്. കാര്യം നമുക്ക് ഡ്രൈ സ്കിൻ ആണ്, വലിയ സ്കിന്നിനുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവത്തേ ഉള്ളൂ. സോ നമുക്ക് സാധാരണ ഒരു സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീൻ എടുത്ത് നമ്മുടെ ആക്നെ പ്രോൺ സ്കിന്നിൽ മുഖക്കുരു ഒരുപാട് വരുന്ന സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് കാര്യം എന്താ വെച്ചാൽ ആക്നേസ് കൂടുതൽ വരാനും പിമ്പിൾസ് ഒരുപാട് ഉണ്ടാവാനും അത് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. സോ നമ്മുടെ സ്കിൻ ടൈപ്പിന് നോക്കിയിട്ട് സൺസ്ക്രീൻ വാങ്ങാൻ. ഡ്രൈ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന, മോയ്സ്ചറൈസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, കുറേ കുഴികളുണ്ട്, പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സൺസ്ക്രീൻ വാങ്ങിയാൽ മതി. സൺസ്ക്രീനിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീൻസ് കാണിച്ചു തരാം. അത് 1, 2, 3 എന്ന കാറ്റഗറിയിലാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോവാം. തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. കാര്യം ഇതിന് SPF 20 മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൈം മാത്രമാണ്, ഒരു 200 മിനിറ്റ്സ് ആണ് എനിക്ക് സൺ പ്രൊട്ടക്ഷൻ തരുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റീഅപ്ലൈ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടേ ഇല്ലാത്ത മാതിരി സ്കിന്ന് ടാൻ ആവും. UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത് ജെൽ ടൈപ്പ് ആണ്, ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആണ്. ഒരുപാട് കെമിക്കൽ കണ്ടൻസ് ഒന്നും യൂസ് ചെയ്യാത്ത വളരെ മൈൽഡ് ആയിട്ട് ജെന്റിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അരോമ മാജിക്കിന്റെ സൺസ്ക്രീൻ ആണ്. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അരോമ മാജിക്കിന്റെ ഒരുവിധം പ്രോഡക്റ്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ സ്കിൻ ഫ്രണ്ട്ലി ആണ്, ജെന്റിൽ ആണ്. സോ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. നല്ല ക്വാളിറ്റി ഉള്ള സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട്. സൺസ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ട് നല്ല ബ്രാൻഡ്, നല്ല ക്വാളിറ്റി ഉള്ളത് വേണം യൂസ് ചെയ്യാനായിട്ട്. 325 രൂപയാണ്. ഇതിന് 2 വർഷത്തെ ഷെൽഫ് ലൈഫ് വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങിച്ചാൽ 2 വർഷം ഒന്നും ഇരിക്കത്തില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യണമായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തീരും. ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രൈമറായിട്ടും മേക്കപ്പിന് താഴെയായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം നല്ല ഒരു ഫിനിഷാണ് തരുന്നത്. നല്ല ബേസ് തരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് ലോട്ടസിന്റെ സൺസ്ക്രീൻ ആണ്. ആക്ച്വലി ലോട്ടസിൽ ഒരുപാട് കൈൻഡ് ഓഫ് സൺസ്ക്രീൻസ് ഉണ്ട്. ടിൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്, ജെൽ ടൈപ്പ് ഉണ്ട്, പിന്നെ ക്രീം പോലെ വരുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റി കാണാൻ പറ്റും. ഒബിയസ്ലി സൺസ്ക്രീൻസ് എല്ലാം തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ ഇതുവരെ നോക്കിയിട്ട് എനിക്ക് അത്രയും ചീപ്പായിട്ടൊരു സൺസ്ക്രീൻ കിട്ടിയിട്ടില്ല. മേ ബി ഞാൻ നോക്കിയതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഒത്തിരി ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് മേടിച്ച് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ അത്ര കോൺഫിഡൻസ് ഇല്ല.
മേക്കപ്പ് ആണെങ്കിലും നമ്മൾ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ. പക്ഷേ ഇതുപോലെ സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറേ നേരം ഇട്ടേക്കും ഡെയിലി ചെയ്യുന്നതുമാണ്. അത് കാരണം ഞാൻ സ്കിൻ കെയറിൽ ഒത്തിരി ലോക്കലായിട്ടുള്ള ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറില്ല. നല്ല പ്രോഡക്റ്റ്സ് ആണ്, പക്ഷെ വില കുറവാണെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ടും മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ലോട്ടസിൻ്റെ സൺസ്ക്രീൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കാര്യം അത് SPF 50 വരുന്നതുണ്ട്, SPF 30 വരുന്നതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ഏതാണോ, നിങ്ങൾക്ക് എത്ര ടൈമിനുള്ളിൽ റീഅപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല സൺസ്ക്രീൻ അതിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ലോട്ടസിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഒരു ഓറഞ്ച് കളർ പാക്കറ്റിലാണ് വരുന്നത്. അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. അത് ആക്ച്വലി അത് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. നല്ലൊരു തിക്ക് ബാരിയർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുണ്ട്. ലോക്കൽ ഷോപ്സിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. നിങ്ങളുടെ തൊട്ടടുത്ത് ഏത് ഷോപ്സിൽ എന്താണോ കിട്ടുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കിട്ടും. സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വില കുറച്ച് കിട്ടാനും സാധ്യതയുണ്ട്. കിട്ട് വാങ്ങാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് എൻ്റെ നമ്പർ 1 ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം അത് തന്നെയാണ് എൻ്റെ ടോപ്പ് ലിസ്റ്റിൽ വരുന്നത്. ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ ആണ്. അത് ആക്ച്വലി എല്ലാ സമയവും അവൈലബിൾ ആയിരിക്കില്ല. മേ ബി മോസ്റ്റ് ഓഫ് ദ ടൈം അതിൻ്റെ ചെറിയ പാക്കറ്റൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഞാൻ എൻ്റെ ഓഫീസ് ടൈമിൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ആണ് ആദ്യമായിട്ട് ആ ഒരു സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ ഫേവറേറ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ അത് നല്ല രീതിയിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്ന സ്കിന്നാണ്. എല്ലാ ക്രീംസും ഒന്നും എനിക്ക് ചേരത്തില്ല. പിമ്പിൾസ് ഒരുപാട് ഉണ്ടാവും. കുഞ്ഞു പിമ്പിൾസ് ഒക്കെ ഒരുപാട് വരുന്ന സ്കിന്നാണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സൺസ്ക്രീനാണ്. കാര്യം അത് നോൺ കോമഡോജെനിക് ആണ്, നമ്മുടെ ന്യൂട്രോജനിയുടെ സൺസ്ക്രീൻ. അതുകൊണ്ട് തന്നെ എനിക്കത് ഒരിക്കലും പോസ് ക്ലോഗ് ആകുന്ന മാതിരിയോ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്ന മാതിരിയോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ എനിക്ക് വർക്കായിട്ടുണ്ട് ആ ഒരു സൺസ്ക്രീൻ. ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ SPF 50 ഉള്ള അടിപൊളി ഒരു സൺസ്ക്രീനാണത്. അത് ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ സൂര്യനെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. ഒരു തുള്ളി ടാൻ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ഒരു ടൈം കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞുമല്ലോ. ഇത് പറഞ്ഞ ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ന്യൂട്രോജനിയുടെ സൺസ്ക്രീൻ വരുന്നത് കുറച്ച് പ്രൈസി ആണ്. മുന്നേ അത് വന്നിട്ട് 18 ഗ്രാം ഓർ 20 ഗ്രാംസിൻ്റെ ഒരു കുഞ്ഞു പാക്കറ്റും കൂടെ അവൈലബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അതോ 30 ഗ്രാം ആണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ 88 ഗ്രാമിൻ്റെ ഒരു വലിയ പാക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ എൻ്റെ ഓഫീസ് ടൈമിലൊക്കെ ഒത്തിരി വെയിലുള്ളായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തത്. എനിക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുമായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഫേസിൽ മാത്രം ഞാൻ അത് അപ്ലൈ ചെയ്യും. കൈയൊക്കെ ഞാൻ ബൈക്കിലാണ് പോകണമെങ്കിൽ പോലും ഞാൻ കൈ വന്നിട്ട് നമ്മുടെ ഗ്ലൗസ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. സോ നിങ്ങളും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻ കുറേ വാങ്ങുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. കാര്യം നമുക്ക് നമ്മുടെ കൈയുടെ ഭാഗത്തും കാലും എല്ലാം അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ഒരു സൺസ്ക്രീൻ ഒരാഴ്ച പോലും ഇരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് കംഫർട്ടബിൾ അല്ല, അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ തന്നെ നമ്മൾ ഫുൾ ബോഡി എക്സ്പോസ് ആവുന്ന എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് കവർ ചെയ്തിട്ട് പോകാൻ പറ്റും, കാലിൽ ഷൂസ് ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. കാര്യം നമ്മൾ വെയിൽ കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് ബോഡി കവർ ചെയ്യുന്ന പോലെ പ്രൊട്ടക്ഷൻ ഒരിക്കലും നമ്മുടെ സ്ക്രീനിൽ നിന്ന് കിട്ടത്തില്ല. കാര്യം നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ ഉറപ്പായിട്ടും അത് നമ്മുടെ സ്കിന്നിൽ കൊള്ളുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്കിന്ന് കവർ ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ വെയിൽ കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞത് തിക്കായിട്ടുള്ള ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഷൂസ്, നല്ല ലെതറിൻ്റെ ഷൂസൊക്കെ ഇട്ടിട്ട് ഡെയിലി ഓഫീസിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൂടെ അത് നൽകുന്നുണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ അഫോർഡബിളും ആണ്. കാരണം ഡെയിലി യൂസിന് ഇത്രയും സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് അഫോർഡ് ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ.